പന്മന ഗ്രാമപഞ്ചായത്തിൽ കുട്ടികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ടം ക്യാമ്പയിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ വിവിധ സ്കൂളിലെ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഹരിതസഭ സംഘടിപ്പിച്ചത്. പന്മന ഗ്രാമപഞ്ചായത്തിലാണ് വിദ്യാർത്ഥികളുടെ ഹരിതസഭ സംഘടിപ്പിച്ചത്. മാലിന്യ സംസ്കരണ രംഗത്ത് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും മാലിന്യ സംസ്കരണ രീതികളെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനുമായാണ് ഹരിതസഭ ചേർന്നത്. ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ സംഘടിപ്പിച്ച ഹരിതസഭ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ജയചിത്ര ഉദ്ഘാടനം ചെയ്തു. മാലിന്യ സംസ്കരണ രംഗത്ത് കുട്ടികളുടെ പങ്കാളിത്തവും നേതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഇങ്ങനെയുള്ള ഹരിതസഭകൾ എല്ലാവരും നടത്തുന്നത്. മാലിന്യ സംസ്കരണം ഇപ്പൊ ഒരുപാട് തരങ്ങളിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഉണ്ടാവാതിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്തരീക്ഷ മലിനീകരണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞകാല റിപ്പോർട്ടുകൾ അവതരിപ്പിക്കും. അതിനുശേഷം നാം നടത്തിയിട്ടുള്ള മാലിന്യമുക്ത നവകേരളവുമായി പദ്ധതിയുമായി നാം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലുള്ള പോരായ്മകളെ കുറിച്ച് അവരിവിടെ നിർദ്ദേശിക്കപ്പെടും. ആ നിർദ്ദേശങ്ങൾ വളരെ ശ്രദ്ധാപൂർവം പഞ്ചായത്ത് ഭരണസമിതി ശ്രമിക്കുകയും അതിന് യുദ്ധകാലാടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുകയും വേണമെന്നാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ജനപ്രതിനിധികൾ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഗിരീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി ചെറിയാൻ ജോർജ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. 18ഓളം സ്കൂളുകളിൽ നിന്നായി 200-ലധികം വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഹരിതസഭയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, ചവറ.